ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറയും യേശുദാസിന്റെ കാലത്ത് പിറന്നത് വലിയ അനുഗ്രഹമായി, കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാനുള്ള ഒരു യോഗം ഉണ്ടായി. പക്ഷേ യേശുദാസ് അല്ലാത്തൊരു ഗായകൻ അങ്ങനെ തോന്നണമെന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് ജനിച്ചു പോയതുകൊണ്ട് നമുക്ക് ഇത്ര അവസരമേ കിട്ടിയില്ലല്ലോ എന്നാണ് കരുതുക. അപ്പൊ താങ്കൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ? താങ്കളുടെ ജ്യേഷ്ഠൻ തന്നെ ഏറ്റവും നല്ല പാട്ടുകൾ യേശുദാസിന് കൊടുത്തപ്പോൾ അതിലൊരു പാട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല ജോണി. ഞാൻ അങ്ങനെ അത്യാഗ്രഹിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് എനിക്ക് പാടേണ്ടതും എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഗാനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് താങ്കളും യേശുദാസും തമ്മിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു? അപ്പോൾ യേശുദാസ് തന്നെ താങ്കളോട് അത്ര ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ചില സമയത്ത്. അപ്പോൾ താങ്കൾ ആ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ചും അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ലേ പുലർത്തിയിരുന്നത്? ഇല്ല, ഞാൻ ഇപ്പം ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തെ ഒരു ദൈവ സ്ഥാനത്ത്, എൻ്റെ ചേട്ടൻ്റെ എം ജി രാധാകൃഷ്ണൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹം എന്നെ ഇനി കണ്ടിട്ട് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ചെയ്യുന്ന ഐഡിയാശാസ്ത്രങ്ങളിലുള്ള എൻ്റെ ജഡ്ജിമെന്റ് മോശമാണെന്ന് പറയുമോ അതെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടുള്ള സ്ഥാനം എന്നും ഒന്ന് തന്നെയാണ്, എൻ്റെ ജ്യേഷ്ഠസ്ഥാനം. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ ഈ ഭാഗ്യമുണ്ടല്ലോ, ഭാഗ്യമോ ദൈവാനുഗ്രഹമോ എന്തു ആയിക്കോട്ടെ, താങ്കൾ പറഞ്ഞ ആ എക്സ് ഫാക്ടർ താങ്കളെയും പല കാര്യങ്ങളിലും തുണച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ യേശുദാസും പ്രിയദർശനും തമ്മിൽ ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ശ്രീകുമാറിന് ഇത്ര അവസരങ്ങൾ കിട്ടുമായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാമായിരിക്കാം, കിട്ടില്ലായിരിക്കാം. പക്ഷെ ചെപ്പെന്നുള്ള സിനിമയില് ഇതുപോലെ ദാസേട്ടൻ പാടാൻ ചെന്നപ്പോഴത്തേക്ക് പ്രിയദർശനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ഞാൻ പാടിക്കൊള്ളാൻ ഡയറക്ടർ വെളിയിൽ പോകാൻ പറയുന്നതാണ് ഇതിന്റെ ഒരു തുടക്കം. പക്ഷെ അതിനു മുമ്പേ ഞാൻ പ്രിയന്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലൊക്കെ പാടിയിരുന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തി അതുപോലെ തന്നെ പല സിനിമകളിലും പാടിയിരുന്നു. അപ്പം അതുകൊണ്ട് അതൊരു കാരണമാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ അതൊരു കാരണമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന സിനിമകളിൽ അത് കാരണമായിരിക്കാം. അപ്പൊ യേശുദാസിനും ജയചന്ദ്രനും ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഗായകരാണ് എം ജി ശ്രീകുമാർ, വേണുഗോപാല്, ഉണ്ണിമേനോൻ, കെ ജി മർക്കോസ്. അപ്പൊ അവരിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത്, ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് ശ്രീകുമാറിനാണ്. ഈ പറഞ്ഞ വേണുഗോപാലിനും മാർക്കോസിനും ഉണ്ണിമേനോനും ഒന്നും ഇല്ലാത്ത എന്താണ് ശ്രീകുമാറിനുള്ളത്? അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ പാടിയ പാട്ടുകളുടെ വെറൈറ്റി എടുത്ത് നോക്കുക, അത്രേ ഉള്ളൂ. കാരണം ഞാൻ പാടിയിരിക്കുന്ന ഏതെല്ലാം മേഖലകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്വാമിനാഥ പരിപാലയ, നഗമോ, അതുപോലത്തെ കീർത്തനങ്ങൾ, അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കീർത്തനങ്ങൾ, നാദരൂപിണി പോലുള്ള ഗാനങ്ങൾ, വളരെ കഷ്ടപ്പാട് പാടേണ്ട ക്ലാസിക്കൽ ടൈപ്പ് സോങ്സ്, ആതിരവരവായി അതുപോലത്തെ സെമി ക്ലാസിക്കൽ സോങ്സിന്റെ ഒരു നിര തന്നെ ഉണ്ട്. നീർപ്പളുങ്കുകൾ, സൂര്യകിരീടം, കണ്ണീർ പൂവിൻ, അത് പാടിയിട്ടില്ല. അങ്ങനത്തെ ആ കാറ്റഗറിയിലുള്ള എല്ലാം പാടുന്നുണ്ട്. പിന്നെ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞ്, അതുപോലത്തെ ഫോക്ക് സോങ്സ് എല്ലാം ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടിപൊളി പാട്ടുകളാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. കിട്ടിയ അവസരങ്ങളൊക്കെ താങ്കൾ നന്നായി വിനിയോഗിച്ചു, അത്രേ ഉള്ളൂ. അപ്പം അവരെക്കാൾ കൂടുതൽ കഴിവുള്ള ഗായകനാണോ എം ജി ശ്രീകുമാർ? അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തന്നിരിക്കുന്ന അവർക്കും കഴിവ് കാണുമായിരിക്കാം. പക്ഷെ അത് അവരെ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ മുമ്പിൽ പോവാം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം എന്നെ ഒരു ഡയറക്ടർ വിളിക്കുന്നത്, അത് ഞാൻ പോയിട്ട് ഒരു ഡയറക്ടറിന്റെ കാല് പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, ഇത് ഈ പറഞ്ഞ ബാക്കിയുള്ള പാട്ടുകാർ പാടിയ എങ്ങനെ ഇരിക്കും എന്നൊരു ഡയറക്ടർ ആലോചിച്ചാണ്. അല്ല, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്. കാലഘട്ടത്തിന്റെ ചില പാട്ടുകൾ താങ്കൾക്ക് ഗുണകരമായി വന്നു എന്നത് ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ മൊത്തം സംഭാവനയെ വിലയിരുത്തുമ്പോൾ താങ്കൾക്ക് കിട്ടേണ്ട അത്രയും ഹിറ്റ് ഗാനങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ഞാൻ എപ്പോഴും ഞാൻ പറയട്ടെ, എനിക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ, അല്ലാതെ നമ്മൾ കൂടുതലൊന്നും, അതായത് വേണുഗോപാലിന് താങ്കളെക്കാളും വളരെ കുറച്ച് അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ വേണുഗോപാലിന്റെ കുറെ പാട്ടുകൾ അല്ലെ ഹിറ്റ് ചാർട്ടിലുള്ളവയുണ്ട്. അപ്പൊ അത് വെച്ച് താങ്കൾ കിട്ടിയ അവസരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ നല്ല പാട്ടുകൾ തീർച്ചയായിട്ടും താങ്കൾക്ക് കിട്ടേണ്ടതായിരുന്നു. ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ജോണി. കാരണം ഇതിപ്പം ഇതെല്ലാം തലയിലെഴുത്താണ്. അതായത് നമ്മൾ പോയിട്ട് ഈ പാട്ട് ഒരാൾക്ക് കൊടുക്കരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ല. എനിക്കിത് തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന വിഭാഗമില്ല. അപ്പോൾ ഒരു ഫാസ്റ്റ്, പണ്ടത്തെ ഒരു സ്ട്രാറ്റജി പറയാം. പണ്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു മെലഡി വരികയാണ്, മധുരം ജീവാമൃത ബിന്ദു ചെങ്കോൽ എഴുതി ദാസേട്ടൻ, മനസ്സിലായി, കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി എഴുതി എം ജി ശ്രീകുമാർ. പിന്നെ വേറെ എന്തെങ്കിലും തരനാനേന താനി എന്നൊരു പാട്ടുണ്ടെങ്കിൽ എഴുതി ചിത്ര. അപ്പൊ 4 പാട്ട് എഴുതി മാറ്റിക്കഴിഞ്ഞാല് ഈ 400 പാട്ടുകാരന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതാണ്ട് ഒരേ കാലത്ത് വന്ന് പേരെടുത്ത ഗായകർ എന്ന നിലയിൽ
താങ്കളും വേണുഗോപാലും തമ്മിൽ ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടാവേണ്ടതായിരുന്നു. അല്ല, ഉണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിബന്ധം നിങ്ങൾ തമ്മിൽ ഇല്ലാതെ പോയത്? ഞാനൊരു സത്യം പറയട്ടെ, നേരെ ചൊവ്വയിൽ ഞാൻ വളരെ സത്യമായിട്ട് പറഞ്ഞു. ഞാൻ വേണുഗോപാലിന്റെ പാട്ടൊന്നും ഞാൻ തട്ടിയെടുത്തിട്ടില്ല. എനിക്ക് അതിനുള്ള നേരവും ഇല്ല. ഇപ്പൊ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു പാട്ട് പുള്ളിയുടെ ഞാൻ തട്ടിയെടുത്തു എന്ന്. എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പറയും, അത് ഇന്നാർക്ക് കൊടുക്കരുത്, എനിക്ക് തരണം. അങ്ങനെ പറഞ്ഞ ഉടനെ കേൾക്കുന്ന പിന്നെ ഒരു സംവിധായകരാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ പ്രശസ്തരായ സംവിധായകർ. അങ്ങനെയൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ബാലിശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് എന്നെ ഹർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതുപോലെ നാദരൂപിണിക്ക് അവാർഡ് തരേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്ക് ഈ 20 വർഷം പുള്ളിയുടെ മനസ്സിൽ എന്നെ പറ്റി ഇത്രയും ദേഷ്യം വെച്ചുകൊണ്ടിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നു. അതിന്റെ ആവശ്യം എന്താണെന്ന്. പ്രേം നസീർ യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു ജോഡി ഉണ്ടല്ലോ, നായകനും ഗായകനും. അതുപോലെ പിന്നീടുണ്ടായത് മോഹൻലാലും ശ്രീകുമാറുമാണ്. ആ അവസരം ഒരു പക്ഷേ വേണുഗോപാലിന് നിഷേധിക്കപ്പെട്ടതിൽ ശ്രീകുമാറിന് പങ്കുണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, ചിത്രം എന്നുള്ള സിനിമയിൽ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ ആണ് സ്റ്റാമ്പ് ചെയ്തത്. അതിനകത്ത് വേറൊരു ഗായകൻ അസൂയപ്പെട്ടിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഞാൻ നേരെ ചോദിക്കട്ടെ, വേണുഗോപാലിനോട് താങ്കളുടെ ഉള്ളിൽ കാലുഷ്യമുണ്ടോ? ഒട്ടുമില്ല. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, വേണുഗോപാൽ നല്ലൊരു സിംഗറാണ്. പുള്ളിക്ക് ചില പാട്ടുകൾ പാടാൻ കപ്പാസിറ്റി ഉണ്ട്. ആ പാട്ടുകൾ പുള്ളി നന്നായിട്ട് പാടും. നേരെ മറിച്ച് ഒരു അടിപൊളി പാട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ക്ലാസിക്കൽ സോങ് കൊടുത്താൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എം ജി ശ്രീകുമാറിന്റെ അത്രയും റേഞ്ച് വേണുഗോപാലിന് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ റേഞ്ച് കാണുമെങ്കിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കണം. അല്ലാതെ വെളിയിൽ നിന്നിട്ട് പിന്നെ അയാൾക്ക് ഇത് കിട്ടുന്നു എന്ന് പറഞ്ഞ് മുറിപ്പടക്കം പറഞ്ഞിട്ട്. താങ്കളിപ്പോ സംഗീത സംവിധാന രംഗത്തേക്ക് കൂടെ വന്നു. അപ്പൊ സംഗീത സംവിധായകനായ എം ജി ശ്രീകുമാർ ഗായകനായ വേണുഗോപാലിനെ കൊണ്ട് പാടിക്കുമോ? അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റിയാൽ തീർച്ചയായിട്ടും ഞാൻ പാടിക്കും. കാരണം അത് ഞാൻ ഈ പല പാട്ടുകളും പുള്ളിയുടെ തട്ടിയെടുത്തെന്നല്ലേ പറഞ്ഞു. അപ്പം അങ്ങനെ തട്ടിയെടുത്ത ഒരു ക്രൂരനായ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗായകനെ തെരഞ്ഞെടുക്കുന്നത് നിലപാടുകൾ നോക്കിയല്ലോ, അദ്ദേഹത്തിന്റെ കഴിവ് നോക്കിയല്ലേ? കഴിവ് നോക്കിയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും പരസ്പര ബന്ധവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസവും സ്നേഹവുമാണല്ലോ അതിനകത്തൊരു ഒരു ഫാക്ടർ. അതായത് ഗിവ് ആൻഡ് ടേക്ക് എന്നാണ്. അതായത് എന്നെ മോശമായിട്ട് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പാടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ജീസസ് ക്രൈസ്റ്റ് അല്ല, എങ്കിലും ചിലപ്പോൾ പാടിച്ചേക്കും. ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ആലോചിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ തീരുമാനത്തിൽ ഈ കുട്ടികളെ വേണ്ടാന്ന് വെച്ചു. ഐഡിയ സ്റ്റാർസ് എന്നാൽ ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ പുറത്ത് വരുന്നൊരു വ്യക്തി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. Different people, one home. ManoramaOnline.com, your home